ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗാണ് കാണിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ വീടൊക്കെ ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങലാണ്. അപ്പം നമ്മൾ നൈറ്റാണ് പോകുന്നത്. അധികവും നൈറ്റ് തന്നെയാണ് ഇവിടുന്ന് പുറത്തിറങ്ങാറുള്ളത്, പകലധികം ഇറങ്ങാറില്ല. അങ്ങനെ നമ്മൾ നെസ്റ്റോയിലെത്തി. കയറിയ ഉടനെ തന്നെ ഡ്രസ്സിൻ്റെ സെക്ഷനായിരുന്നു. ഇക്കാക്ക ഡ്രസ്സ് കാണിച്ചു തന്നിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ എടുത്തോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനങ്ങനെ അധികം ഓവർ കണ്ട ഉടനെ കയറി ഡ്രസ്സ് വാങ്ങുന്ന ഒരാളല്ല. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വാങ്ങൂ, അല്ലാണ്ട് അങ്ങനെ വാങ്ങാൻ നിൽക്കലില്ല. നമ്മൾ മെയിനായിട്ട് വന്നത് കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ഫ്രൂട്ട്സൊക്കെ വാങ്ങാനായിരുന്നു. എനിക്ക് ആൾക്കാരെ മുമ്പിൽ നിന്ന് ക്യാമറ ഓടിക്കാൻ നല്ലോണം മടിയുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ ആണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇക്കാക്ക തന്നെയാണ് അധിക സാധനവും എടുത്ത് പാക്ക് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ക്യാമറയും പിടിച്ച് ബേക്കിൽ നടക്കുന്നതേ ഉള്ളൂ. അതെടുക്ക് ഇതെടുക്കുമെന്ന് പറയുന്നതല്ലാണ്ട് ഞാൻ കാര്യമായിട്ടൊന്നും എടുത്തു കൊടുക്കാനൊന്നും നിന്നിട്ടുണ്ടായിട്ടില്ല. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കുറേ കേക്ക് ഉണ്ടായിരുന്നു. അപ്പം എനിക്കിതൊക്കെ കണ്ടപ്പം വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വാങ്ങിയാൽ കഴിക്കൂല, അത് വേറൊരു കാര്യം. പിന്നെ അതുകൊണ്ടൊന്നും എടുത്തിട്ടില്ല. പിന്നെ ചെറുനാരങ്ങ എടുത്തു, ക്യാരറ്റ് എടുത്തു, കക്കിരി എടുത്തു. പിന്നെ ഇങ്ങനെ പിന്നെ പാക്ക് ചെയ്തിട്ട് നമുക്ക് ദോശമാവൊക്കെ കിട്ടും കേട്ടോ, അതും ഒരു പാക്കറ്റ് എടുത്തു. പിന്നെ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ചപ്പാത്തീൻ്റെ ഒരു പാക്കറ്റ് എടുത്തു. പിന്നെ ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിൽ എത്തിയപ്പോഴാണ് നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തും പറമ്പിലൊക്കെ ഉണ്ടായിട്ടുള്ള ഈ മൊട്ടാമ്പിളി കാണുന്നത്. ഇതിൻ്റെ വില നോക്കിയിട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടോ. ശരിക്കും നല്ല റേറ്റ് ഉണ്ട്. നമ്മൾ വെറുതെ പൊട്ടിച്ച് ഇതാക്കി കളയുന്ന സാധനമാണ്. ഞാൻ ചെറുപ്പത്തിൽ കുറേ കളഞ്ഞിട്ടുണ്ട്. അതുപോലെ നെറ്റിയിൽ വെച്ച് പൊട്ടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അത്. പിന്നെ മിൽക്ക് പേട കണ്ടപ്പോൾ കഴിച്ച് നോക്കണം എന്ന് തോന്നിയിട്ട് വാങ്ങിയതാണ്. ടേസ്റ്റൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. പക്ഷെ അവിടുന്ന് തന്നെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റുള്ള ഒരു പേടയാണിത്. പിന്നെ ഒരു മാക്രോണി എടുത്തു. പിന്നെ നമ്മൾ RKGക്ക് പകരം ഇവിടുന്ന് വെജിറ്റബിൾ ഗീ ആണ് വാങ്ങാറുള്ളത്, അതും എടുത്തു. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ള വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ അവർ തൂക്കം നോക്കിയിട്ട് ഓരോന്നിനും പ്രൈസ് ഒട്ടിച്ച് തന്നു. അതിനുശേഷം നമ്മൾ നേരെ സാധനങ്ങളെല്ലാം എടുത്തിട്ട് ബില്ലാക്കാൻ വേണ്ടിയിട്ട് പോയി. ഫ്രൂട്ട്സും വെജിറ്റബിൾസും തന്നെ അധികം വാങ്ങിയിട്ടുള്ളത്. കിച്ചണിലേക്കുള്ള ഐറ്റംസേ ഉള്ളൂ. ഞാനധികം ഷോപ്പിങ്ങിന് ഇറങ്ങുന്നത് ഈ ഒരു കാര്യത്തിന് മാത്രമായിരിക്കും. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു കൂപ്പൺ കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇക്കാക്കാരോട് പറഞ്ഞിട്ട് അതിൽ നമ്മളെ പേരൊക്കെ എഴുതി ഇട്ടേന്. പിന്നെ ഇവിടുന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഞാനൊരു ജ്യൂസിൻ്റെ ഷോപ്പിൽ പോയിട്ട് അവക്കാഡോ ജ്യൂസ് വാങ്ങി. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ വിട്ടത് ഇക്കാക്കാൻ്റെ ഷോപ്പിലേക്കാണ്. പിന്നെ അവിടെ ഇരുന്നിട്ട് ഞാൻ ജ്യൂസും കുടിച്ച് കുറേ വെയിറ്റ് ചെയ്തിരുന്നു. അതിന് ശേഷം നമ്മൾ രണ്ടാളും കൂടി നേരെ റൂമിലേക്ക് വിട്ടു. പിന്നെ ഇതിലുള്ള ഷൂ ഒക്കെ അടുത്ത വീട്ടിലുള്ള ആൾക്കാരുടെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.